എനിക്ക് സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ സായി കൃഷ്ണന്റെ അടുത്ത് വ്യക്തിപരമായിട്ട് ഒരു ഇഷ്യൂ ഇല്ല എന്ന് പറയുന്നതല്ല, എന്നാലും ചെറുതായിട്ടൊക്കെ ചില സമയത്തൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്താ ഇങ്ങനെ ചെയ്യുന്നത്, എന്താ ഇങ്ങനെ ഡബിൾ സ്റ്റാൻഡേർഡ്. ഇപ്പൊ ചില കാര്യങ്ങൾ വരുമ്പോൾ ഡബിൾ സ്റ്റാൻഡ് ആയിട്ടാണ് സായി കൃഷ്ണ പറയുന്നത് ഫീൽ ചെയ്തിട്ടുണ്ടോ? എന്താ ഉറക്കം വരുന്നു. ഒരു വീഡിയോ കണ്ടതാ ഞാൻ ഇപ്പൊ വരുന്ന വഴിക്ക് ഞാൻ കണ്ടതാ. എന്ന് വെച്ചാൽ ഇന്നലെ രാത്രി എടുത്തൊരു വീഡിയോ. അതിന്റെ അകത്ത് ഫ്രണ്ട് ഒരു കുറ്റം ചെയ്തു, അത് ഞാൻ എന്ത് വന്നാലും ഞാൻ സപ്പോർട്ട് ചെയ്യും. ഡൂഡ്, ഞാനും ഹെലനും കുറെ വർഷമായിട്ട് നല്ല കട്ട ഫ്രണ്ട്സ് ആണ്. അങ്ങനെ ഒരാളെ ഞാൻ വലിച്ചു കീറുന്നില്ല. എൻ്റെ ഫ്രണ്ടിനെ ഞാൻ പ്രൊട്ടക്ട് ചെയ്തു. എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഞാൻ ഇനിയും പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ, അത് ഞാൻ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട സപ്പോർട്ട് ചെയ്തോ. നമ്മൾ മനുഷ്യരാണ് അല്ലേ? നമ്മളെ ഭാഗത്ത് എന്തെങ്കിലും ഒരു കാര്യമൊക്കെ വരുമ്പോഴത്തേക്കും അത് എന്ത് ചെയ്യാം, ഒരു മനുഷ്യൻ എന്നുള്ള പരിഗണന തരാം അല്ലേ? ആ സമയത്ത് അത് ഞാൻ പിന്നെ അതന്നത്തെ ചോരത്തിളപ്പിന് ഇപ്പൊ എന്ത് ചോര തണുത്തു പോയാ? നമ്മളൊരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ പോലും ഇല്ലാതെ എന്നെ പോലെ പല ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ട്, ചവിട്ടി ഇത് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് അല്ലേ? തോന്നിയിട്ടില്ല. ഞാൻ അപ്പോഴത്തെ ആവശ്യത്തെ പറഞ്ഞല്ലേ, ഈ അവസരത്തിൽ നീ എന്നെ പരിഹസിക്കരുത്. നീ അകത്തണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം. മനസ്സിലായില്ല. അത് ഫ്രണ്ട് ആയതുകൊണ്ട് ഞാൻ എന്തേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇത്രേ ചെയ്യത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ വീഡിയോ ചെയ്യത്തില്ല, അങ്ങനെയൊന്നും പറയാൻ പറ്റത്തില്ല. തെറ്റ് ചെയ്ത ആരാണെങ്കിൽ തെറ്റ് ചെയ്തെന്ന് തന്നെ പറയണം. മനസ്സിലായില്ല. അല്ലെങ്കിൽ 100% ഞാൻ യോജിക്കുന്നു. എന്നെ ഇങ്ങനെ അപമാനിക്കരുത് പ്ലീസ്. അങ്ങനെ ഒരു ബോധം ഉണ്ടായാൽ നന്ന്. ഇതിനെ കുറഞ്ഞൊന്നും ഇത് ഇല്ലാണ്ടാക്കും. മറ്റേ തന്നെ ഫ്രണ്ടാണ്, അതുകൊണ്ട് ഞാൻ പറയത്തില്ല എന്ന് പറയുന്നത് ഡബിൾ സ്റ്റാൻഡ് ആണ്, ഇരട്ടത്താപ്പാണ് അല്ലേ? ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഞാൻ പോകുന്നു. ബൈ ബൈ.